പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 3-ാം ക്ലാസ് ഫിഖ്ഹ് പരീക്ഷയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രൂപത്തിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക, എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടി വരും, ഈ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് മോഡൽ ചോദ്യപേപ്പർ ഒന്ന് പരിചയപ്പെടാം. 1. ശരിക്ക് ശരി അടയാളം നൽകാം. 6 ചോദ്യങ്ങളുണ്ട്. 6 ചോദ്യങ്ങൾക്ക് നേരെ 2 ഓപ്ഷൻ ഉണ്ട്. ശരിയായതിൻ്റെ കള്ളിയിൽ നമ്മൾ ശരിയിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ മദ്രസയിൽ വരുമ്പോൾ പലപ്പോഴും പല കുട്ടികളും എളുപ്പമുള്ളത് തെറ്റിക്കും. അതിൻ്റെ കാരണം എന്താണ്? ഇപ്പോൾ വുളൂഇൻ്റെ ഫർള് എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ 6 എന്ന് പറയും. അപ്പോൾ ഇനി ഞാൻ ഇങ്ങനെ ചോദിക്കുന്നു, വുളൂഇൻ്റെ ഫർള് എത്രയാണെന്ന് നീ പറയണം. 5 ഉണ്ട്, 6 ഉണ്ട്, ഏതാണ് നീ തിരഞ്ഞെടുക്കുക എന്ന് ചോദിച്ചാൽ അപ്പോൾ ചെറിയൊരു സംശയം വരും. അങ്ങനെ സംശയത്തിൻ്റെ പേരിൽ മാറിപ്പോയി മാർക്ക് നഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് നല്ലോണം വായിച്ചതിന് ശേഷം മാത്രം ടിക്കറ്റ് കൊടുക്കുക. വുളൂഇൻ്റെ ഫർളുകൾ എളുപ്പമാണ്, 6 ആണ്. ഇനി 2, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്താ ചെയ്യേണ്ടത്? വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കുകയാണ് വേണ്ടത്. ചെറിയ അശുദ്ധിയിൽ നിന്നാണെങ്കിൽ വുളൂ ചെയ്യുക. ഇനി 3-ാമത്തത്, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കുന്നതും നജസ് എന്നുണ്ട്, തൊഹൂർ എന്നുണ്ട്. തൊഹൂറാണ് ശരിയായത്. 4-ാമത്തത്, വെള്ളം ഒലിപ്പിക്കേണ്ട അവയവം ഇതിലേതാണ്? തലയുണ്ട്, മുഖമുണ്ട്. വുളൂയിലാണ്. വുളൂയിൽ വെള്ളം ഒലിപ്പിക്കേണ്ടത് മുഖത്തിലാണ്. തലയിൽ ഒഴിച്ചാൽ ജലദോഷം പനിയും പിടിക്കും. തല നമ്മളെന്ത് ചെയ്യണം? വെള്ളം കയ്യിൽ നനച്ചതിന് ശേഷം വെള്ളം ഒഴിവാക്കി നമ്മൾ ആ നനഞ്ഞ ചെറിയ നനവുള്ള കൈ കൊണ്ട് നമ്മുടെ മുടി തല തടവി കൊടുക്കാറല്ലേ ചെയ്യാറുള്ളത്. 5-ാമത്തത്, നിയ്യത്ത് ഉച്ചരിക്കൽ. ഇപ്പോൾ ഉസല്ലി, ഫറള എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഉച്ചരിക്കുക. അതെന്താണ്? ഫർളാണോ സുന്നത്താണോ? ഇതൊക്കെ ചിലപ്പോൾ മാറിപ്പോവാറുള്ളത്. നിയ്യത്ത് ഉച്ചരിക്കൽ ഫർളാണല്ലോ എന്ന് തോന്നിപ്പോവും. അല്ല, നിയ്യത്ത് ഉച്ചരിക്കൽ സുന്നത്താണ്. പിന്നെ എന്താണ് ഫർളായിട്ട് വരുന്നത്? നിയ്യത്ത് നമ്മുടെ മനസ്സിൽ കരുതലാണ് ഫർള്. അപ്പോൾ വെറുതെ വായ കൊണ്ട് പറഞ്ഞതുകൊണ്ട് നിയ്യത്താവുമോ? ഇല്ല. വെറുതെ വായ കൊണ്ട് പറഞ്ഞാൽ സുന്നത്തായിട്ടുള്ള കൂലി കിട്ടും. പക്ഷേ അവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ആ ഉദ്ദേശം ശരിയാവില്ല. നിയ്യത്തെന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിൽ കരുതുക എന്നതാണ്. അപ്പോൾ മനസ്സിൽ കരുതാതെ എങ്ങനെ നിയ്യത്ത് ആവുമോ? ഇല്ല. ഇനി 6-ാമത്തത്, കൈകാലുകൾ കഴുകുമ്പോൾ മുന്തിക്കണം. ഏതിനെയാണ് മുന്തിക്കേണ്ടത്? വലത് കാലിനെയാണ് മുന്തിക്കേണ്ടത്. അപ്പോൾ കൈകാലുകൾ, കൈയാണെങ്കിലും കാലാണെങ്കിലും ഒറ്റ ആദ്യം വലത്തെ കൈ കഴുകുക, പിന്നെ ഇടത്തെ കൈ, ആദ്യം വലത്തെ കാല് പിന്നെ ഇടത്തെ കാല്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 2-ാമത്തതൊന്ന് നോക്കാം. വേർതിരിക്കാം എന്ന് പറയുന്ന എളുപ്പമുള്ളൊരു ചോദ്യമാണ്. നമുക്ക് വുളൂഇൻ്റെ സുന്നത്തുകളും വുളൂഇൻ്റെ ഫർളുകളും ഇങ്ങനെ 2 വേർതിരിക്കണം. അത് ഞാൻ ബ്രാക്കറ്റിലൊന്ന് വായിക്കുന്നുണ്ട്. മുഖം കഴുകുക, തലയിൽ നിന്ന് അല്പം തടവുക, മിസ്വാക്ക് ചെയ്യുക. മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ പല്ല് തേക്കുക, ബ്രഷ് ചെയ്യുക. ചെവി തടവൽ, തല മുഴുവനും തടവുക, വഴിയായി ചെയ്യുക. ഇതൊക്കെയാണ് ബ്രാക്കറ്റിലുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ വുളൂഇൻ്റെ സുന്നത്തുകളിലേക്ക് എഴുതുമ്പോൾ ഏതൊക്കെ എഴുതാം? പല്ല് തേക്കുക അഥവാ മിസ്വാക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചെവി തടവൽ. മാറിപ്പോകരുത്. ഇവിടെയൊക്കെയാണ് പല കുട്ടികളും തെറ്റിക്കുന്നത്. ചെവി തടവൽ വുളൂഹിലുള്ളതാണല്ലോ എന്ന് കരുതി ഫർളിൽ കൊണ്ട് എഴുതും. ശരിക്ക് ചെവി തടവൽ എന്തേ ഉള്ളൂ? സുന്നത്തേ ഉള്ളൂ. നിങ്ങൾ വുളൂഹിൽ ചെവി തടവിയില്ല എന്ന് കരുതി വുളൂ ശരിയാവാതിരിക്കില്ല. പിന്നെ തല മുഴുവൻ തടവുക. അപ്പോൾ തടവുക, തല തടവുക എന്ന് കാണുമ്പോൾ അത് ഫർളിൽ എഴുതരുത്. തല മുഴുവൻ തടവുക എന്നുള്ളത് സുന്നത്താണ്. തലയിൽ നിന്ന് അല്പം തടവലാണ് ഫർളിൽ വരുന്നത്. ഇനി വുളൂഇൻ്റെ ഫർളുകളിൽ നമുക്ക് മുഖം കഴുകുക, അത് ഫർളാണ്. തലയിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ അല്പം തടവുക, അതും ഫർളാണ്. വഴിയായി ചെയ്യുക, തെർത്തീബ്. ആദ്യം നമ്മൾ കാല് കഴുകി, എന്നിട്ട് നമ്മൾ തല തടവി, എന്നിട്ട് നമ്മൾ കൈ കഴുകി. ഇത് പറ്റുമോ? ഇല്ല. നമ്മൾ പഠിച്ച അതേ തെർത്തീബ് അനുസരിച്ച് തന്നെ പോകണം. ഇനി നമുക്ക് 3-ാമത്തത് 2 വീതം എഴുതാം എന്നതാണ് ചോദ്യം. 2 അല്ല, അതിൽ വരുന്നത് എഴുതി കൊടുത്തിട്ടുണ്ട്. 1-ാമത്തത്, നജസല്ലാത്ത ശവങ്ങൾ ഏതൊക്കെയാണ്? നജസല്ലാത്തത് മനുഷ്യൻ, മത്സ്യം, വെട്ടുകിളി. ഇതൊക്കെ എഴുതുന്നത് കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. എഴുത്ത് ശരിയായില്ലെങ്കിൽ അല്ലെങ്കിൽ ഉത്തരം അറിയാം എഴുതാൻ കഴിയില്ലെങ്കിൽ മാർക്ക് കിട്ടൂലല്ലോ. അപ്പോൾ എഴുതുന്നത് കൂടെ നോക്കുക.
രണ്ടാമത്തത് വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ. വെള്ളം ചേരൂല അതുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? പശ, ഉറച്ച എണ്ണ ഉണ്ടെങ്കിൽ വെള്ളം ചേരില്ല. അതുപോലെ തന്നെ കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി, ഇതൊക്കെ വെള്ളം ചേരുന്നതിനെ തടസ്സപ്പെടുത്തുന്നതാണ്, ശ്രദ്ധിക്കുക. 3. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. 2 എഴുതി കൊടുത്താൽ മതി, പക്ഷേ 5 അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. എല്ലാ ക്ലാസ്സിലും ഇത് പഠിക്കാനുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതുപോലെ വേർതിരിച്ച് ചെയ്താൽ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ കൊടുത്താലോ, അപ്പോൾ മുഴുവനായി നിങ്ങൾക്കറിയണ്ടേ. അതുകൊണ്ടാണ് എഴുതി കൊടുത്തത്. 1. ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക. ചെറിയ അശുദ്ധി, വലിയ അശുദ്ധി, രണ്ടിൽ നിന്നും ശുദ്ധിയാവുക. നജസിൽ നിന്ന് ശുദ്ധിയാവുക. 3. ഔറത്ത് മറക്കുക. 4. സമയമായെന്നറിയുക. 5. ഖിബിലക്ക് മുന്നിടുക. ഇതാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം ഉത്തരം എഴുതാം എന്നുള്ളത് വായിക്കാം. ഇതാണ് ഈ ചോദ്യപേപ്പറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. എല്ലാവരും പഠിച്ചിരിക്കണം. വായിക്കുന്നതിന് മുമ്പ് കഷ്ടപ്പെട്ട് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. അവസാനം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് അൽഹംദുലില്ലയോ, താങ്ക്സോ, ആമീനോ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. 1. നിസ്കാരം നിർബന്ധമുള്ളത് ആർക്കാണ് നിസ്കാരം നിർബന്ധം? പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും ഉള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ്. എഴുതുന്നതുകൂടെ ശ്രദ്ധിക്കണം. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ്. അത് പഠിച്ചു. ഇനി 2ാമത്തത് പഠിക്കാം. നിസ്കാരത്തിൻ്റെ മുമ്പ് നജസ്സുകളിൽ നിന്നും നമ്മുടെ എന്തെല്ലാം ശുദ്ധിയാക്കണം? അപ്പം നജസ്സുകളിൽ നിന്ന് നമ്മുടെ എന്തൊക്കെ ശുദ്ധിയാവണം നിസ്കാരത്തിന് മുമ്പ്? നമ്മുടെ ശരീരം, നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രം, നമ്മൾ നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന ആ സ്ഥലം, ഇതൊക്കെ നിസ്കാരത്തിന് മുമ്പ് നജസ്സുകളിൽ നിന്നും ശുദ്ധിയാവണം. ഇനി നമുക്ക് വായിക്കാനുള്ളത് 3ാമത്തത് ശുദ്ധി 2 തരം ഏതെല്ലാം? അപ്പോൾ നമ്മൾ വലിയ അശുദ്ധി, ചെറിയ അശുദ്ധി എന്ന് എഴുതരുത്. ഇവിടെ അശുദ്ധിയല്ല ചോദിച്ചിട്ടുള്ളത്, ശുദ്ധിയാണ് ചോദിച്ചിട്ടുള്ളത്. ശുദ്ധി 2 തരം എന്ന് പറഞ്ഞു. അതിൽ 1 വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവൽ 1. അതുപോലെ തന്നെ നജസിൽ നിന്നും ശുദ്ധിയാവൽ. ഇങ്ങനെ 2 ഐറ്റമാണ് ശുദ്ധിയിൽ വരുന്നത്. അശുദ്ധി എത്ര തരം? 2 തരം. വലിയ അശുദ്ധി, ചെറിയ അശുദ്ധി. ശുദ്ധി 2 തരം. ഇതാണ്, മാറിപ്പോകരുത്, മനസ്സിലാക്കുക. ഇനി 4ാമത്തത് രക്തം കൊണ്ട് നജസ്സായാൽ ശുദ്ധിയാക്കേണ്ട വിധം എങ്ങനെയാണ്? രക്തം കൊണ്ട് നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നതുവരെ കഴുകണം. ഇതാണ് രക്തം കൊണ്ട് നജസ്സായാൽ ശുദ്ധിയാക്കേണ്ട വിധം. 5ാമത്തെ ഇമ്പോർട്ടൻ്റായ ചോദ്യം, ഫറള് നിസ്കാരത്തിന് സമയമായ ശേഷമേ വുളു ചെയ്യാൻ പാടുള്ളൂ. ആർക്ക്? മൂത്രവാർച്ച പോലെയുള്ള നിത്യ അശുദ്ധിയുള്ളവർ. നമുക്കൊക്കെ എപ്പോഴും വുളു എടുത്ത് റെഡിയായി നിൽക്കാം. പക്ഷേ മൂത്രവാർച്ച പോലെയുള്ള അസുഖമുള്ളവർ, മൂത്രം ഇങ്ങനെ ഒലിച്ചു പോവുക, അങ്ങനത്തെ അസുഖമുള്ള ആളുകൾക്ക് സമയമായ ശേഷം മാത്രമേ വുളു എടുക്കാൻ പറ്റൂ. അത് തന്നെ എടുത്ത ഉടനെ തന്നെ അവർ നിസ്കരിക്കണം. കാരണം അവർക്ക് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അസുഖമുള്ളതല്ലേ. അതാണ് അതിൻ്റെ കാരണം. ഇനി നമുക്ക് 5ാമത്തത് വായിക്കാവേ. പൂർത്തിയാക്കാം എന്ന ചോദ്യമാണ്. അപ്പോൾ ഇതുപോലത്തെ ചോദ്യമൊക്കെ നമുക്ക് ഉറപ്പായും വരാം. നല്ലോണം പാഠം വായിക്കണം കേട്ടോ. പാഠം വായിച്ചാൽ 50ൽ 50 കിട്ടും. നല്ലോണം വായിക്കുക. കേവലം 1-2 യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് പരീക്ഷയ്ക്ക് എഴുതിയാൽ ജയിക്കാനുള്ള മാർക്കേ ഉണ്ടാവുള്ളൂ. നമുക്ക് നല്ല മാർക്ക് വേണമെങ്കിൽ പാഠം നന്നായി വായിക്കുക തന്നെ വേണം. 1ാമത്തത് നിസ്കാരം ദീനിൻ്റെ തൂണാണ്. 2 വുളു ഇല്ലാത്ത അവസ്ഥയാണ്. വുളു ഇല്ലാത്ത അവസ്ഥ ചെറിയ അശുദ്ധിയാണ്. ഇനി അടുത്തത് വുളുയിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ ഏതാണ്? അത് വുളുവിൻ്റെ ഫർളുകളാണ്. അപ്പോൾ ഫർളല്ലാത്തത് ചെയ്തില്ല എന്ന് കരുതി വുളുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? ഇല്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചെവി തടവിയില്ലെങ്കിൽ വുളുവിന് പ്രശ്നമില്ല. അതുപോലെ തന്നെ എല്ലാം 3 പ്രാവശ്യം കഴുകിയില്ലെങ്കിൽ വുളുവിന് പ്രശ്നമില്ല. പക്ഷേ വുളുവിൻ്റെ
ആ 6 ഫറലുകളിൽ തെർത്തീബ് ഒഴിച്ചുള്ള ബാക്കിയൊക്കെ ചെയ്തില്ലെങ്കിൽ എന്താകും? വുളൂഹ് ശരിയാവില്ല. തെർത്തീബ് ഒരു ചെയ്യലല്ല, അതിങ്ങനെ ഓർഡർ അനുസരിച്ച് പോകലാണ്. ബാക്കിയുള്ള നിയ്യത്ത് വെക്കുക, മുഖം കഴുകുക, 2 കൈ മുട്ട ഉൾപ്പെടെ കഴുകുക, തല തടവുക, 2 കാൽമുട്ടുകൾ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. അപ്പോൾ ഇതൊക്കെ ഫറലുകളാണ്. ഇത് ചെയ്താൽ മാത്രമേ വുളൂഹ് ശരിയാവുകയുള്ളൂ. അത് നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. 4 അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തുഹൂറാ. അതാണ്, അങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ദിക്റുകളും ദുആകളൊക്കെ ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം, മനഃപ്പാഠമാക്കി വെക്കുകയും ചെയ്യണം. ഇനി അടുത്തത് 6-മത്തത് ക്രമത്തിലാക്കുക എന്നുള്ളതാണ്. ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളവിടെ ഓർഡർ ആക്കി എഴുതി കൊടുത്തിട്ടുണ്ട്. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. അപ്പോൾ ഈ ദിക്റ് എപ്പോൾ ചെല്ലാനുള്ളതാണ് നിങ്ങൾ ഓർമ്മയിലുണ്ടാകും. അപ്പോൾ ഇത് മുഴുവനായി തന്നെ ആ ദിക്റ് പഠിച്ചു വെക്കുക. ഇതുപോലെ ചിലപ്പോൾ അതിൻ്റെ മുൻഭാഗത്ത് നിന്നായിരിക്കും ഡിസോർഡർ ആയിട്ട് കൊടുത്തിട്ട് പൂരിപ്പിക്കാനൊക്കെ വരിക. അപ്പോൾ ആ ദിക്റ് മുഴുവനായി നമ്മുടെ ഓർമ്മയിലുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഫിഖ്ഹിൽ നിന്ന് നമുക്ക് 6 പാഠങ്ങളാണ് പരീക്ഷയ്ക്കുണ്ടാവുക. നല്ലോണം പഠിക്കുക, വായിക്കുക, ചോദ്യോത്തരങ്ങൾ നോക്കുക, ദിക്റുകൾ ദുആകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയി തന്നെ കാണുക, മനഃപ്പാഠമാക്കി വെക്കുക. പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കോളൂ. മുഴുവൻ മാർക്കും കിട്ടും, കിട്ടട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നല്ല നല്ല വീഡിയോ നമുക്ക് ഇനിയും ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ഉണ്ടാവണം. ചെയ്യാത്തവരൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് കൊടുക്കാൻ മറന്നവർ ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.